നമ്മൾ പുതിയൊരു മോഡൽ ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ എല്ലാവരും തന്നെ പുറത്തേക്ക് പോകുമ്പോൾ കഴിവതും കുർത്തികളാണ് ഉപയോഗിക്കാറുള്ളത്. അതിലിപ്പോ അംബ്രല്ല കുർത്തി വരും, പ്ലീറ്റ് ഉള്ള കുർത്തി, എലൈൻ കുർത്തി, സ്ലിറ്റ് ഉള്ള ടോപ്പ്, ഇതൊക്കെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അല്ലെ. നമ്മൾ ഇന്ന് ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു വേസ്റ്റില് ഇലാസ്റ്റിക് ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതേ കോളേജിൽ പോകുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴോ ഇനി പള്ളിയിൽ പോകുമ്പോഴോ എവിടെ പോകുമ്പോഴും ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനർ ടോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ നൈറ്റിയുടെ തുണിയാണ് എടുത്തിരിക്കുന്നത്. 140 രൂപയാണ് ഞാൻ ഇപ്പോൾ വാങ്ങിയിരിക്കുന്ന ഈ തുണിക്ക് വരുന്ന വില. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽ വാങ്ങിക്കാം. അത് വാങ്ങിക്കുമ്പോൾ 2.5 മീറ്റർ വാങ്ങിക്കാം. എല്ലാവർക്കും അറിയാം റണ്ണിങ് മെറ്റീരിയലിന് എന്താണെങ്കിലും നല്ല പൈസ കൂടുതലാണ്. പക്ഷെ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഡെയിലി ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലത്തെ തുണി മേടിച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല വെയിലത്തൊന്നും ഇടാതെ സോപ്പ് പൊടിയിലൊന്നും അലക്കാതെ നമ്മൾ കുളിക്കുന്ന സോപ്പോ അല്ലെങ്കിൽ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ കുറേ നാള് നമുക്കിത് ഒരു കുഴപ്പവും പറ്റാതെ ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ നിന്ന് തുണി ജസ്റ്റ് ഒന്ന് വിടർത്തി കാണാം എങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത്. ഇപ്പൊ ഒന്നും അറിയാത്തവര് പോയി നൈറ്റി പീസ് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചുങ്കിടി മോഡലൊക്കെ വാങ്ങിച്ചിട്ട് വരും. അങ്ങനെയൊന്നും വാങ്ങിക്കരുത് കേട്ടോ. ഇതുപോലെ ഒറ്റ പ്രിന്റ് ഉള്ള ഏത് ടൈപ്പ് പൂക്കളോ ഇല്ലെങ്കിൽ ബട്ടർഫ്ലൈയോ അങ്ങനെ ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം. ഞാൻ ഇന്നപ്പോ ഇതുപോലത്തെ കുഞ്ഞി കോളത്തില് ഡിസൈൻ വന്നിരിക്കുന്ന തുണിയാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. 140 ഇതിന്റെ പ്രൈസ്. പ്യുവർ കോട്ടൺ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് അളവൊക്കെ എടുക്കുക എന്ന് പറയാം. ഞാൻ ആദ്യമേ ലെങ്ത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇന്ന് ഇതിന്റെ കട്ടിങ് വരുന്നത് എ-ലൈൻ മോഡലിലാണ്. അപ്പൊ ഇതിന്റെ ലെങ്ത് ഒന്ന് പറഞ്ഞു പോവാണ്. എനിക്ക് ടോട്ടൽ ലെങ്ത് വരുന്നത് 44 ഇഞ്ചാണ്. ഞാൻ ഏത് കുർത്തി ചെയ്താലും ഇല്ലെങ്കിൽ സാധാരണ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഡ്രസ്സ് തയ്ക്കുമ്പോഴും 44 ഇഞ്ചാണ്. മുട്ടിൽ നിന്ന് അത്യാവശ്യം താഴത്തേക്ക് ഞാൻ ഇറക്കം കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ എന്റെ അളവ് 44 ഇതില് നമുക്ക് യോക്കും സെപ്പറേറ്റ് ചെയ്യണം, അതുപോലെ സ്കേർട്ട് പാർട്ടും സെപ്പറേറ്റ് ചെയ്യണം. യോക്ക് എനിക്ക് വരുന്നത് 13.5 ഇഞ്ചാണ് എനിക്ക് വരുന്ന അളവ്. ബാക്കിയുള്ളതായിരിക്കും സ്കേർട്ട് പാർട്ടിന് വരുന്ന ലെങ്ത്. അത് വരുന്നത് 30.5 ഇഞ്ചാണ്. ഓക്കെ, ഇതാണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന അളവ്. അപ്പൊ നമ്മൾ ആദ്യമേ ഇതില് യോക്ക് കട്ട് ചെയ്യും, അതിനുശേഷം സ്കേർട്ട് കട്ട് ചെയ്യും, അതിനുശേഷം സ്ലീവ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. യോക്ക് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും തുണിയുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് യോക്ക് കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുണി ഒട്ടും തന്നെ വേസ്റ്റ് ആയി പോകത്തില്ല കേട്ടോ. പിന്നെ തുണി വാങ്ങിക്കുമ്പോൾ എനിക്കിപ്പോ ഞാൻ തുണി തുറന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ. സൈഡിൽ ഇങ്ങനെ കീറിയിരിക്കുക. സൈഡല്ലേ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ കീറിയ തുണി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ചില കടക്കാരൊന്നും നമ്മളെ കൊണ്ട് ഇതൊന്നും തുറന്നു ഒപ്പിക്കത്തില്ലെന്നേ. അവർ ആ ഒരു മടക്കിൽ അങ്ങോട്ട് വെച്ചേക്കണമായിരിക്കും, വേണമെങ്കിൽ എടുത്തോണ്ട് പോയിക്കോ എന്ന ഒരു ധാരണയായിരിക്കും. ഇപ്പൊ ഞാൻ വാങ്ങിക്കുന്ന കടയിൽ തുറന്ന് നോക്കാറില്ല. നമ്മൾ ഇടയെന്നെങ്ങാനും ഒരെണ്ണം വലിച്ചാൽ തന്നെ അവർക്ക് അരിശം കീറും. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ തുറന്നൊക്കെ നോക്കാൻ സമ്മതിക്കുവാണെങ്കിൽ ഇതുപോലത്തേക്ക് അബദ്ധം ഉണ്ടാകും. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വാങ്ങിച്ചു. അപ്പൊ നമ്മള് യോക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ തുണി ഞാനൊന്ന് ഫുള്ളായിട്ട് വിടർത്തി കൊടുത്തിട്ടുണ്ട്. ഇതാണ് വീതി. നൈറ്റി പീസിന് വീതി അത്രയധികം ഉണ്ടാവത്തില്ല. റണ്ണിങ് മെറ്റീരിയൽ ആണെങ്കിൽ ഇതിനേലും ഒരു 15 ഇഞ്ച് വിട്ടോളം നമുക്ക് കൂടുതൽ കിട്ടും. ഇതിന് കുറച്ച് കുറവായിരിക്കും. പക്ഷെ ഈ ഒരു മോഡലിന് നമുക്ക് അധികം ഫ്ലെയറിന്റെ ആവശ്യം ഇല്ല. ഇതാണ് നീളം. ഓക്കെ, തുണിയുടെ നീളവും വീതിയും ഒന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഏത് വശത്തു നിന്നാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഭാഗത്തു നിന്നാണ് യോക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മുടെ ചെസ്റ്റിന്റെ അളവ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് മടക്കി അങ്ങോട്ട് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ചെസ്റ്റിന്റെ റൗണ്ട് എടുക്കുക, അതിന്റെ കാൽ ഭാഗം കൊടുക്കുക, അതിനെ കൂടെ 3 ഇഞ്ച് ലൂസ് കൊടുക്കുക. 2 ഇഞ്ചാണ് എപ്പോഴും ചെയ്യാറുള്ളത്, പക്ഷെ ഇന്ന് നമുക്ക് 3 ഇഞ്ചോളം എക്സ്ട്രാ ലൂസ് വേണം കേട്ടോ. അപ്പോൾ എനിക്ക് വരുന്ന അളവ് 9 ഇഞ്ചാണ്. അതിനെ കൂടെ ഞാൻ 3 ഇഞ്ച് കൂട്ടിയിട്ട് 12 ഇഞ്ചില് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് നമുക്കിതിൽ നിന്ന് ഈ ഒരു കഷ്ണം ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു പാർട്ട് നമ്മൾ യോക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി യോക്കിന്റെ ലെങ്ത് അനുസരിച്ചിട്ട് താഴത്തേക്കൊന്ന് മടക്കി എടുക്കണം. അപ്പോൾ എനിക്ക് വരുന്ന യോക്ക് ലെങ്ത് 13.5 ഇഞ്ചാണ്. അതിനെ കൂടെ 1 ഇഞ്ചോളം തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഞാൻ ഇവിടെ 14.5 ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് വേണം താഴത്തേക്കൊന്ന് മടക്കാനായിട്ട്. അതായത് ഈ അളവിന്റെ ഇവിടെ ഒരു വിരൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് ഇങ്ങനെ അങ്ങോട്ട് മടക്കി അങ്ങോട്ട് എടുക്കുക കേട്ടോ. ബാക്കി തുണിയാണ്. ഇതങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റാം.
യോക്കിന്റെ നീളം കറക്റ്റ് ആക്കിയിട്ടുണ്ട്, അതുപോലെ വീതിയും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി വേണം നമുക്കിതിൽ ഷോൾഡർ എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വരുന്ന അളവ് 7 ഇഞ്ചാണ്. താഴത്തേക്ക് നമുക്ക് ആം ഹോള് 6.5 ഇഞ്ച്. 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെയൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇപ്പൊ തന്നെ ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് നമ്മൾ ഓൾറെഡി അളന്നിട്ടുണ്ട്, കാരണം 9 ഇഞ്ചാണ് അളവ്. അതിനെ കൂടെ 3 ഇഞ്ചോളം തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഈ 9 ഇഞ്ച് ഇവിടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യുക. അതിന്റെ ഇപ്പുറേ 3 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തത്. ഇനി ഇതൊന്ന് കുഴിച്ചിങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുക്കാം. ഇതേ അളവ് തന്നെയാണ് നമുക്ക് താഴേക്ക് വരുന്നത്. നമ്മൾ സാധാരണ ഏത് ടോപ്പ് ചെയ്താലും നമ്മളുടെ ഷേപ്പ് ഇവിടെ ചെയ്യാറുണ്ട് അല്ലെ. അതായത് വേസ്റ്റിന്റെ ഭാഗത്ത് കറക്റ്റ് 4-ൽ 1 എടുത്തിട്ട് അതിനെ കൂടെ 2 ഇഞ്ചോളം തയ്യൽ തുമ്പ് കൂട്ടി ഇങ്ങനെ ഒരു ലൈനാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് ഇലാസ്റ്റിക് വെക്കുന്നത് കൊണ്ടിട്ട് എത്ര ഇഞ്ചാണോ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അത് തന്നെ താഴേക്കും അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ വരുന്ന അളവ് 12 ഇഞ്ച്. കറക്റ്റ് അളവിനെ കൂടെ നമ്മൾ 3 ഇഞ്ചോളം എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ മടക്കിയപ്പോൾ കുറച്ച് കൂടി വന്നതാണ്. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ് കേട്ടോ. കുറച്ചിങ്ങനെ കൂടിപ്പോയി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാലും മതി. പക്ഷേ ഇത്രയും തുണി വേസ്റ്റായി പോയി. എനിക്ക് ഇത്രയും തുണിയാണെങ്കിലും വേസ്റ്റായി പോകുന്നത് അത്യാവശ്യം നല്ലൊരു വിഷമമാണ്. ഇനി ഈ ഒരു ഭാഗം കൂടെ അങ്ങോട്ട് കട്ട് ചെയ്യാം. നമ്മൾ ഓർക്കാതെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഒരിക്കലും ഷേപ്പ് ചെയ്യരുത് കേട്ടോ. ഷേപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടോപ്പ് കിട്ടിയില്ല എന്ന് വരും. ഇനി നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ആ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യമേ നെക്കിന് വീതി മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് നെക്ക് വീതി. ഇനി ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ബാക്ക് നെക്ക് 3 ഇഞ്ച്, ഫ്രണ്ട് നെക്ക് 5 ഇഞ്ച്. ഇഷ്ടമുള്ള നെക്ക് കൊടുക്കാം. യുവോ വിയോ സ്ക്വയറോ, ഇനി അതുമല്ല ഏതെങ്കിലും ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ആവാം. ഞാൻ ദേ ഈ ഒരു നെക്ക് അധികം അങ്ങോട്ട് വൈഡ് ചെയ്യാതെ ഇങ്ങനൊരു നെക്കാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ചെറിയ നെക്ക് ആദ്യമേ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് കട്ട് ചെയ്തങ്ങോട്ട് പോകുക. എന്നിട്ട് നേരെ ഈ താഴത്തുള്ള ഈ കഷ്ണം അങ്ങോട്ട് മാറ്റുക. ഇതാണ് ബാക്ക് പാർട്ട്, ഇതാണ് ഫ്രണ്ട് പാർട്ട്. ഈ ഫ്രണ്ട് നെക്ക് എടുത്ത് ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാ അധികം വൈഡ് ചെയ്യാത്ത ഈ ഒരു മോഡൽ നെക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ നെക്കാണെങ്കിൽ നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. യു ആവുമ്പോൾ, വൈഡ് യു ആവുമ്പോൾ ചിലപ്പോൾ അത്ര വിചാരിച്ച ലുക്ക് കിട്ടണം എന്നില്ല. അപ്പോൾ നമ്മുടെ യോക്കിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരെ സ്കേർട്ട് കട്ട് ചെയ്യാൻ പോവാണ്. ഒരു കഷ്ണം വേണം കേട്ടോ, നമുക്ക് ഈ വീതി വേണം. അപ്പോൾ ഞാൻ ദേ ഒരു കഷ്ണം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാൻ പോവാം. തുണി ഇങ്ങനെ തന്നെ ഒന്ന് മടക്കി അങ്ങോട്ട് വീതിയിലേക്ക് മടക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിന്റെ ഏറ്റവും മുകളിൽ നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഇലാസ്റ്റിക് വെക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് 1.5 ഇഞ്ച് സെപ്പറേറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് വിട്ട് വേണം നമ്മുടെ യോക്കിന്റെ ലെങ്ത് ഇനി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താ, നേരെ ഏറ്റവും മുകളിൽ വെച്ചിട്ട് താഴത്തോട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്ത് പോവാണ് ചെയ്യുന്നത് അല്ലെ. ഞാനിപ്പോൾ ഇവിടെ 1.5 ഇഞ്ച് എക്സ്ട്രാ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ലൈനിൽ വെച്ചിട്ടാണ് താഴേക്ക് നമ്മൾ സ്കേർട്ട് പാർട്ടിന് ലെങ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട അളവാണ് 30.5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. ഇതിനെ കൂടെ 1 ഇഞ്ച് മാത്രം നമുക്ക് തയ്യൽ തുമ്പ് മതി, അതായത് താഴെ അടിക്കാനുള്ള മാത്രം. അപ്പോൾ 30നെ കൂടെ 1 ഇഞ്ച് കൂട്ടുമ്പോൾ 31.5 ഇഞ്ചിൽ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു സ്ട്രെയിറ്റ് കട്ടിങ് ചെയ്ത് കൊടുക്കാം. ഒരേ അളവില് 2 കഷ്ണം തുണി ഇങ്ങനെ സ്കേർട്ട് പാർട്ടിന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്നാണ് തുണി ഒന്ന് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിന്റെ മുകൾ ഭാഗത്ത് അളവൊന്ന് മാർക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ആദ്യമേ കട്ട് ചെയ്തെടുത്ത ഈ ഒരു യോക്കിന്റെ പാർട്ട് എടുക്കാം. എന്നിട്ട് ഇതിന്റെ മീതെ ഇങ്ങനെ ഒന്ന് കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് ഈ വീതി തന്നെയാണ് ഇവിടെയും വേണ്ടത് കേട്ടോ. അപ്പൊ അതെ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതങ്ങോട്ട് മാറ്റിക്കോ, ഇതിന്റെ ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ നേരെ ചെയ്യേണ്ടത് ടേപ്പ് എടുക്കാം. ടേപ്പ് എടുത്തിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റാം. ഇങ്ങനെ ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന്റെ താഴെ ഭാഗം തൂങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടിങ്ങും കൂടെ ഉണ്ട്. ഇവിടെ നമുക്കൊരു 3 ഇഞ്ചോളം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കാം. പക്ഷെ ഈ ഒരു കട്ടിങ്
നമ്മുടെ യോക്കിൽ വേണ്ട, അവിടെ ഇലാസ്റ്റിക് വെക്കുന്നതുകൊണ്ട് ഇതങ്ങോട്ട് ഒഴിവാക്കുക കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ആദ്യമേ കട്ട് ചെയ്തപ്പോൾ അതും അങ്ങോട്ട് ചെയ്താൽ, ഈ ഞാൻ മറന്നു പോയിട്ടാണോ എന്ന് വിചാരിച്ച് ആരും ഒന്നും അതൊക്കെ പോയി കട്ട് ചെയ്യരുതേ. ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതങ്ങോട്ട് മാറ്റാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിനുള്ള തുണിയാണ് ഈ കാണുന്നത്. നല്ല വീതിയുള്ള 3/4 സ്ലീവ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എത്ര വണ്ണമുള്ളവർക്ക് വേണമെങ്കിലും നടുക്ക് ജോയിന്റ് ഇല്ലാതെ എത്ര ഇഞ്ച് ലെങ്ത് വരെ മാക്സിമം കിട്ടുമെന്ന് പറഞ്ഞില്ല. താഴെ വശത്ത് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാര്യം തേര് ഭാഗമാണല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ ഒരു 17 ഇഞ്ച് വരെ നമുക്ക് സ്ലീവിന് ലെങ്ത് കിട്ടും. ഇവിടെ കുറച്ച് ഒരു 1/4 ഇഞ്ചോളം തയ്യൽ തുമ്പും ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ചെറിയ സ്ലീവാണ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് ഈ താഴെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്യാൻ പോവാം. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ സ്ലീവിന് 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവും ഒരുമിച്ചാണ് ചെയ്യാനായിട്ട് പോകുന്നത്. 2 സ്ലീവിനുള്ള തുണിയുണ്ട്. ഇനി നമുക്ക് വണ്ണം മാർക്ക് ചെയ്യാം. കൈവണ്ണത്തിന്റെ കൂടെ 3 ഇഞ്ചോളം കൂട്ടിയെടുക്കുക. കാര്യം നമ്മൾ ടോപ്പിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടിട്ടാണ് 3 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ 11 ഇഞ്ച്, ഇവിടെ നിന്ന് താഴേക്ക് 3 ഇഞ്ച് ആം ഹോൾ ഇങ്ങനെ കുഴിച്ച് ഇങ്ങനെ അങ്ങോട്ട് വരക്കാം. ഇനി താഴത്തെ വണ്ണം കൂടെ മാർക്ക് ചെയ്തിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ട് തയ്ച്ചെടുക്കാം. നമുക്കിതൊന്ന് തയ്ച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിന്റെ ബാക്ക് പാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഭംഗി നിങ്ങൾക്ക് ആദ്യമേ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ വേസ്റ്റിന്റെ ഈ ഭാഗത്ത് ഇതുപോലെയാണ് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ ഇലാസ്റ്റിക് വെക്കുമ്പോൾ ഇങ്ങനൊരു സ്ട്രിപ്പ് ഒക്കെ തയ്ച്ചിട്ടായിരിക്കും ചെയ്യുക അല്ലേ. പക്ഷേ ഇതിന്റെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഈ വേസ്റ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് വന്ന് നല്ല ഫിറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചെസ്റ്റ് നമ്മൾ എന്താണെങ്കിലും 3 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ കളയാം കേട്ടോ. ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ ചെസ്റ്റിനെ കൂടെ എന്താണെങ്കിലും 3 ഇഞ്ച് കൂട്ടിയെടുക്കാം. കാര്യം ഈ ഒരു ഭാഗത്തെ അളവിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ഭാഗത്തും 3 ഇഞ്ചോളം കൂട്ടി അങ്ങോട്ട് എടുത്തത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണിച്ചുതരാം. ആദ്യമേ നമ്മളുടെ സ്കേർട്ട് പാർട്ട് ഓപ്പൺ ചെയ്ത് വെക്കാം. ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെക്കാം കേട്ടോ. നല്ല വശം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി ഒന്ന് തയ്ച്ചു വെക്കാം. ഒരു 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് നേരെ ഒന്നങ്ങോട്ട് തയ്ക്കാൻ പോവാം. ഇങ്ങനെ ഒന്ന് മടക്കി അറ്റം വരെ ഒന്ന് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ 1.25 ഇഞ്ച്, നമ്മൾ ടോട്ടലായിട്ട് മുകൾ ഭാഗത്ത് 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത് അല്ലേ. ഇനി താഴേക്ക് നമുക്ക് 1.25 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് അറ്റം വരെ അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. ഇതിന്റെ മീതെയാണ് നമ്മൾ യോക്ക് പാർട്ട് വെച്ച് തയ്ക്കാൻ പോകുന്നത്. ഇതെല്ലാം നല്ല വശവും തമ്മിൽ ജോയിന്റ് ചെയ്തിട്ടാണ് നമുക്ക് തയ്ച്ച് എടുക്കേണ്ടത്. അതായത് ഇനി നമ്മുടെ ആ യോക്ക് എടുത്തിട്ട് അതും ഒന്ന് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്തിട്ട് വെക്കേണ്ടത് ഇങ്ങനെ കണ്ടില്ലേ, നല്ല വശവും വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു മാർക്കിങ്ങിന്റെ മീതെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് തയ്ച്ചെടുക്കാം. അതെ, കറക്റ്റ് ഇങ്ങനെ വെക്കരുത് കേട്ടോ. ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പ് കുറച്ചുകൂടി കയറിപ്പോവും. അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിന്റെ മീതേക്ക് വെക്കുക. നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്തതിന്റെ തൊട്ട് മീതയായിട്ട് വെച്ചിട്ട് വേണം ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. തയ്ക്കുന്ന സ്റ്റിച്ച് വരുന്നത് ഈ ഒരു മാർക്കിങ്ങിന്റെ മീതയായിരിക്കണം. 1.25 മാർക്ക് ചെയ്തില്ലേ, അതിന്റെ മീതയായിരിക്കണം തയ്ക്കുന്ന ഈ ഒരു സ്റ്റിച്ച് വരുത്തേണ്ടത്. ഇതാ കാണിച്ചില്ല, നമ്മൾ മാർക്ക് ചെയ്ത് പോയതാണ് ഈ കാണുന്നത്. അതിന്റെ മീതെ വെച്ചിട്ടാണ് ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്ത് ഇരിക്കുന്നത്. അതെ, ഇങ്ങനെയൊന്ന് നമ്മൾ നല്ല നീറ്റായിട്ട് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല വശം നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും. ഇനി ഇതിന്റെ ഉൾവശം കാണിച്ചില്ല. ഉൾവശമാണ് ഈ കാണുന്നത്. ഉൾവശത്തും നമുക്ക് നല്ല നീറ്റായിട്ട് ഈ ഒരു സ്ട്രിപ്പ് കിട്ടും. ഈ ഒരു സ്ട്രിപ്പ് നമ്മുടെ യോക്കിന്റെ മീതെ വെച്ചിട്ടാണ് തയ്ക്കേണ്ടത്. ഒരിക്കലും അത് ഇങ്ങോട്ടേക്ക് വെച്ച് തയ്ക്കരുത്. ഇങ്ങനെ അങ്ങോട്ട് ഉൾഭാഗമാണെങ്കിലും നല്ല ഫിനിഷ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കണം കേട്ടോ. ഇനി നമുക്കത് ഈ ഒരു ഭാഗം കൂടെ അങ്ങോട്ട് തയ്ച്ചെടുക്കാം. എന്നിട്ട് അവസാനം ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഞാൻ നല്ല വീതിയുള്ള 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് ആണ് വെക്കാൻ പോകുന്നത് കേട്ടോ. അത് വെക്കുമ്പോൾ ഇതിന്റെ പകുതി വരെ ഞാൻ എടുത്തിട്ടുള്ളൂ. നേർ പകുതിയാണ് ഞാൻ ഇലാസ്റ്റിക്കിന്റെ വീതി എടുത്തിരിക്കുന്നത്. എന്നാലും നല്ല ഫിറ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത്രയും ടൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 1/4 ഭാഗം വരെ എടുക്കരുത്, അവിടെ നിന്ന് കുറച്ചുകൂടി കുറച്ചെടുക്കാം. നമുക്ക് കുറച്ച് എന്താ പറയാ തടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ഭാഗം എടുത്തോ. കാരണം ഓവറായിട്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കേണ്ട. അപ്പൊ ഞാൻ കറക്റ്റ് ഇതിന്റെ പകുതി വരെയാണ് ഇലാസ്റ്റിക്
എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പിന്ന് കുത്തിയിട്ട് ഈ ഒരു ഗ്യാപ്പിലൂടെ ഒന്ന് കടത്തി കൊടുക്കാം. ഇലാസ്റ്റിക് ഒരു പിന്ന് വെച്ചിട്ട് കുത്തിയിട്ട് ഇങ്ങനെ ഒന്ന് കടത്തി കൊടുക്കാം. ഇലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് കടത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു 2-3 തവണയായിട്ടൊന്ന് കെട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ കൂടെ ഒന്ന് കടത്തിയെടുക്കത്തില്ലേ, അപ്പോഴും ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നേരെ ഇങ്ങനെ ഒന്ന് വലിച്ച് നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇലാസ്റ്റിക്കിന്റെ മീതെ ഒരിക്കലും തയ്ച്ചു വെക്കരുത് കേട്ടോ. അതിങ്ങനെ ഫ്രീ ആയിട്ട് നമ്മുടെ ബോഡിയുടെ ഫിറ്റ് അനുസരിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് അഡ്ജസ്റ്റബിൾ ആവണം. ഇപ്പൊ ഇതേ ഫ്രണ്ടാണ് ഞാൻ ഇങ്ങനെ തയ്ച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെസ്റ്റ് വേണമെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കളയാം, ഇല്ലെങ്കിൽ കറക്റ്റ് അളവിൽ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുത്താലും മതി. ഇവിടെ തയ്ക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെ തയ്ക്കാം, 2 ഇഞ്ചൊന്നും ഇങ്ങോട്ട് കൂട്ടി തയ്ക്കരുത്. പക്ഷെ ചെസ്റ്റ് അങ്ങനെയല്ല, ചെസ്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചു വരാം. അപ്പോൾ ഇന്ന് ഈ ഒരു മോഡലാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി എനിക്ക് ഇതിൽ ഫ്രണ്ട് പാർട്ട്, ഷോൾഡർ കൂട്ടണം, സ്ലീവ് വെക്കണം, താഴേക്ക് അടിക്കണം, അതെല്ലാം കാണിച്ചിട്ട് അവസാനത്തെ ലുക്ക് കാണിച്ചിട്ട് വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടിയിട്ട് ഒരു കാര്യമില്ല അല്ലേ. അപ്പൊ നമുക്ക് അവസാനം കാണാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സിന്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. നിങ്ങൾ കുറെ പേര് അറിയാവുന്നവർ കാണുന്നത് കൊണ്ടാണ് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള, അതായത് നെക്ക്, സ്ലീവ്, സൈഡ് കൂട്ടല്, താഴെ അടിക്കലൊക്കെ കാണിക്കാത്ത കേട്ടോ. ഒട്ടും അറിയാത്തവര് നമ്മുടെ ടൈലറിംഗ് ക്ലാസ്സിൽ വരിക. അങ്ങനെയുള്ളവർക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വേസ്റ്റിന്റെ ഭാഗത്ത് ഇലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തതാണ് കേട്ടോ. വളരെ സിമ്പിൾ ആണ്, പക്ഷേ എന്നാൽ നല്ല ഭംഗിയുമാണ് ഈ ഡ്രസ്സ് കാണാൻ. നമ്മൾ എപ്പോഴും അംബ്രല്ല, പ്ലീറ്റ് ഉള്ളത്, സ്ലിറ്റ് ഉള്ളത് ഇതൊക്കെയല്ലേ ഇടുക. ഇതെന്ന് പറയുമ്പോൾ വെറൈറ്റി ആണ്. അത് മാത്രമല്ല ഇതിനൊക്കെ ഇടുവാണെങ്കിൽ നമ്മൾ നല്ല യങ് ആയിട്ടിരിക്കും കേട്ടോ. മറ്റെന്ന് പറയുമ്പോൾ എപ്പോഴും 3/4 സ്ലീവ് വെച്ചിട്ട് ഒരേ രീതിക്ക് അങ്ങോട്ട് പോകും. ഇങ്ങനെയാകുമ്പോൾ ഒരു വെറൈറ്റി ആണ്. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക, മക്കൾക്ക് ചെയ്ത് കൊടുക്കുക. അതുമല്ലെങ്കിൽ പുറത്ത് ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഒരു മോഡലാണിത്. അപ്പൊ നമുക്ക് ഇതിന്റെ താഴെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഈ പെൻസിൽ പാന്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടുമല്ലോ, അത് ഇട്ടാലും മതി. പെൻസിൽ പാന്റോ സിഗരറ്റ് പാന്റോ ഇല്ലെങ്കിൽ ലെഗിൻസ് ആണെങ്കിലും മതി. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്